പ്ലസ് ടു എക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സിലെ ഒരു പുതിയ ചാപ്റ്ററാണ്, മണി ആൻഡ് ബാങ്കിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഇതിനകത്തെ ചില ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ ഭാഗമാണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പണമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പണമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് ലോകത്ത് ഏറെക്കുറെ അസാധ്യമാണ്. അപ്പൊ എന്താണ് പണം? വാട്ട് ഈസ് മണി? മണി ഈസ് ദ കോമൺലി ആക്സെപ്റ്റഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പൊതുവെ സ്വീകാര്യമായ ഒരു വിനിമയ മാധ്യമമാണ് പണം. എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ചിലത് വിൽപ്പനയാവാം, ചിലത് വാങ്ങലാവാം. വാങ്ങലാണെങ്കിലും വിൽപ്പനയാണെങ്കിലും ഏത് തരത്തിലുള്ള ഇടപാടാണെങ്കിലും അവിടെ മീഡിയമായിട്ട് വരുന്നത് പണമാണ്, മാധ്യമമായിട്ട് വരുന്നത് പണമാണ്. പണത്തിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് വിദഗ്ധർ നൽകിയ നിർവചനം ഒന്ന് പരിശോധിക്കാം, അനുബന്ധമായിട്ട് പരിശോധിക്കാം. എനിത്തിങ് ദാറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റബിൾ ആസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അറ്റ് ദ സെയിം ടൈം ആക്ട്സ് ആസ് എ മെഷർ ആൻഡ് സ്റ്റോർ ഓഫ് വാല്യൂ. അല്ലേ? പണത്തെക്കുറിച്ച് പ്രൊഫസർ ക്രൗദറാണ് ഇങ്ങനെ നിർവചിച്ചത്. അല്ലേ? കൈമാറ്റത്തിന് പൊതുവായിട്ട് സ്വീകാര്യമായിട്ടുള്ള ഒരു മാനദണ്ഡമായിട്ടുള്ള ഒരു സംഭവമാണ് പണം. അതേസമയം അത് മൂല്യത്തിന്റെ അളവുകോലായിട്ടും മൂല്യം ശേഖരിച്ചു വെക്കുന്നതിനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് ക്രൗദർ പറയുന്നത്. പ്രൊഫസർ വാക്കർ പറയുന്നത് മണി ഈസ് വാട്ട് മണി ഡസ്. പണം എന്ത് ഫംഗ്ഷനാണോ ചെയ്യുന്നത് അതാണ് പണം. അതാണ് പ്രൊഫസർ വാക്കർ പറയുന്നത്. പണത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആളുകൾ സാധന സേവനങ്ങൾ കൈമാറിയിരുന്നത്? നമുക്കറിയാം, അത് പൂർണ്ണമായിട്ടും ബാർട്ടർ സിസ്റ്റത്തിലൂടെയായിരുന്നു, ബാർട്ടർ സമ്പ്രദായത്തിലൂടെയായിരുന്നു. ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഏറെ കേട്ടതാണ്. എന്താണ് ബാർട്ടർ സിസ്റ്റം? എക്സ്ചേഞ്ചിങ് കമ്മോഡിറ്റി ഫോർ അനദർ കമ്മോഡിറ്റി, ദാറ്റ് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. അല്ലേ? സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ഒരു സമ്പ്രദായം. പണത്തിന്റെ ഒരു ഇടപെടൽ അതിനകത്ത് ഇല്ല. അതാണ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സമ്പ്രദായത്തെ പ്രതിനിധീകരിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, വെജിറ്റബിളിന് പകരം ഗ്രെയിൻസ്, ധാന്യങ്ങൾ കൈമാറുന്നു. അതോടൊപ്പം തന്നെ മത്സ്യത്തിന് പകരം മൃഗത്തെ കൈമാറുന്നു. ഇങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ചില കൈമാറുന്ന ചില ഉൽപ്പന്നങ്ങൾ വളരെയധികം വിലയേറിയതാവും, ചിലത് വളരെ വില കുറഞ്ഞതാവും. പക്ഷേ നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിൽ മറ്റൊരു മാനദണ്ഡമില്ല. നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമായിരുന്നു ബാർട്ടർ സിസ്റ്റം. എന്തായിരുന്നു ബാർട്ടർ സിസ്റ്റം ഉണ്ടാക്കിയ പ്രയാസങ്ങൾ? നമുക്കറിയാവുന്ന പോലെ ആബ്സെൻസ് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ്. അല്ലേ? നമ്മുടെ രണ്ട് കൂട്ടരുടെയും, അല്ലെങ്കിൽ ഇതിൽ ഇടപാട് നടത്തുന്ന രണ്ട് കൂട്ടരുടെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടാതെ വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ കൈവശം കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, മറ്റൊരാളെ കണ്ടുമുട്ടുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ലോഹമുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ കൈവശമുള്ള വെജിറ്റബിൾസ് ആവശ്യമുണ്ടാവുകയും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കയ്യിലെ ലോഹം ആവശ്യമുണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ എക്സ്ചേഞ്ച് നടക്കുക. അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ച് നടക്കില്ല. ഭൂരിഭാഗം സമയവും ഇങ്ങനെ എക്സ്ചേഞ്ച് നടക്കാതെ പോകും. അതാണ് ആ പ്രയാസം. അല്ലേ? രണ്ട് കൂട്ടരുടെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടാതെ വരിക. അടുത്തൊരു കുറവ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. ഒരു പൊതു മൂല്യ അളവിന്റെ അഭാവം. കോമൺ മെഷർ ഇല്ല. അല്ലേ? പണത്തിലൂടെയുള്ള സിസ്റ്റം ആണെങ്കിൽ പണം ഒരു പൊതു മൂല്യ അളവായിട്ട് നിൽക്കും, ഒരു കോമൺ മെഷറായിട്ട് നിൽക്കും. അല്ലേ? ഉദാഹരണമായിട്ട് നിങ്ങൾ സ്വർണം വിൽക്കാനുണ്ട്. ആ സ്വർണത്തിന്റെ വില 38,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 38,000 രൂപ എന്ന് നമ്മൾ പറഞ്ഞത് പണത്തിലൂടെയാണ്, പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പണം ഒരു കോമൺ മെഷറാണ്. ആ സ്വർണത്തിന്റെ വില കണക്കാക്കിയത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ബാർട്ടർ സിസ്റ്റത്തിൽ അങ്ങനെയൊന്നുമില്ല. അതാണ് ഇതിന്റെ കുറവ് എന്ന് പറയുന്നത്. മറ്റൊരു കുറവായിട്ട് പറയാവുന്നതാണ് ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യശേഖരത്തിന്റെ അഭാവം. അല്ലേ? മൂല്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ കൈവശമുള്ള എല്ലാ വസ്തുക്കളും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതല്ല, പലതും നശിച്ചു പോകുന്നതാണ്. അതോടൊപ്പം അതിന്റെ മൂല്യവും നശിച്ചു പോകും. അല്ലേ? ഇപ്പൊ നിങ്ങളുടെ കൈവശം ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്ന് വിളവെടുത്താണ്. പക്ഷെ ഇന്ന് അതിന്റെ മൂല്യമുണ്ട്, നാളെയോ മറ്റന്നാളോ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നശിച്ചു പോകാം. അപ്പൊ അത്തരം സന്ദർഭത്തിൽ ഇതിന്റെ മൂല്യം ശേഖരിച്ചു വെക്കാൻ, അതിന്റെ വാല്യൂ ശേഖരിച്ചു വെക്കാൻ നമുക്കൊരു സാഹചര്യമില്ല, പ്രത്യേകിച്ച് ബാർട്ടർ സിസ്റ്റത്തിൽ. പക്ഷേ പണത്തിലൂടെയുള്ള സിസ്റ്റം ആണെങ്കിൽ നമുക്ക് സൗകര്യമാണ്.
അത് പണമാക്കി സൂക്ഷിക്കാം. അത് വിറ്റഴിച്ചുകൊണ്ട് പണമാക്കി സൂക്ഷിച്ചു വെക്കാം. അതിന്റെ മൂല്യം നഷ്ടപ്പെടുന്നില്ല. മറ്റൊരു പോരായ്മയാണ് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്. മാറ്റിവെക്കപ്പെട്ട കൊടുക്കലുകൾക്ക് മാനദണ്ഡമില്ല. എന്താ ഈ മാറ്റിവെക്കപ്പെട്ട കൊടുക്കൽ എന്ന് പറഞ്ഞാല്, ഡിഫേർഡ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാല് ഭാവിയിൽ അടക്കാനുള്ള അടവുകൾ, പ്രത്യേകിച്ച് കടം പോലെയുള്ള അടവുകളാണ് ശരിക്ക് ഡിഫേർഡ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. ഒരു ബാർട്ടർ സിസ്റ്റം പ്രകാരം നിങ്ങൾ കുറച്ച് ധാന്യങ്ങൾ കടം വാങ്ങുന്നു, കുറച്ച് ധാന്യം കടം വാങ്ങുന്നു വിചാരിക്കുക. ഇന്ന് നിങ്ങൾ വാങ്ങുന്ന ധാന്യത്തിന്റെ അതേ മൂല്യം അടുത്ത വർഷം തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാവുമോ? ഇല്ല. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. പക്ഷേ നിങ്ങൾ അങ്ങനെ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ രണ്ടിലൊരാൾക്ക് നഷ്ടം വരും. കാരണം എന്താണ്? അതിനൊരു പൊതു മാനദണ്ഡമില്ല. പക്ഷെ നിങ്ങൾ പണത്തിലൂടെയാണ് കൈമാറ്റം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. പേയ്മെന്റുകൾ അടക്കുന്നത് പണത്തിലൂടെയാണ്. ആ പണത്തിന്റെ ഇന്ന് വാങ്ങിയ പണത്തിന്റെ അതേ മൂല്യത്തിൽ തിരിച്ചു കൊടുക്കാൻ കഴിയും. ചിലപ്പോൾ പലിശയൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അതേ മൂല്യത്തിൽ തിരിച്ചു കൊടുക്കാൻ കഴിയും. അതാണ് ബാർട്ടർ സിസ്റ്റവും പണത്തിലുള്ള സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ബാർട്ടർ സിസ്റ്റത്തിന്റെ കുറവുകൾ നികത്താൻ വേണ്ടി അവതരിച്ചതാണ് പണം, അല്ലേ? അപ്പൊ നമുക്ക് പണത്തിന്റെ ധർമ്മങ്ങൾ എന്താണ് പരിശോധിക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി? പണം ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ വിനിമയം നടത്തുമ്പോൾ അതിനിടയിൽ ഒരു മാധ്യമമായിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? പണം പ്രവർത്തിക്കുന്നു. അപ്പോൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം. രണ്ടാമത്തത് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ മെഷർ ഓഫ് വാല്യൂ, അഥവാ നമ്മുടെ കൈവശമുള്ള സാധനത്തിന്റെ മൂല്യത്തിന്റെ അളവുകോലാണ്. മറ്റൊന്ന് എ സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ കഴിയുന്നതാണ് പണം. മറ്റൊന്ന് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്, അഥവാ ഭാവിയിലുള്ള അടവുകൾക്കുള്ളൊരു മാനദണ്ഡമായിട്ട് പണം പ്രവർത്തിക്കുന്നു. ദെൻ എ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് പണമാണ്. അഥവാ മൂല്യം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുന്നതിന് പണം നമ്മളെ സഹായിക്കുന്നു. ഈ ഫങ്ഷൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ മാധ്യമം എന്താണത്, അല്ലേ? ഇപ്പം നമ്മൾ രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു ഇടപാട് നടക്കുകയാണ്. അത് വിൽപ്പനയായിക്കോട്ടെ വാങ്ങലായിക്കോട്ടെ, രണ്ടിൻ്റെയും ഇടയിൽ രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരേ ഒരു സാധനം ഉണ്ടാവുള്ളൂ, അതാണ് പണം, അല്ലേ? വിൽക്കുന്നതും പണത്തിന് വേണ്ടിയിട്ടാണ്, വാങ്ങുന്നത് പണം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ പണം ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നു, വിനിമയത്തിനിടയിൽ മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നു. ടു ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻസ് മണി ആക്ട് ആസ് എ കോമൺ മീഡിയം ആക്സെപ്റ്റബിൾ ടു ബോത്ത് പാർട്ടീസ്, അല്ലേ? രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു വിനിമയം സാധ്യമാകണമെങ്കിൽ രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു മാനദണ്ഡം വേണമല്ലോ, അതാണ് പണം. അടുത്ത ഫംഗ്ഷനായ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ മെഷർ ഓഫ് വാല്യൂ, അഥവാ മൂല്യത്തിന്റെ അളവുകോൽ, അതാണ് മെഷർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ. യൂണിറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ ഏത് ഗുഡാണെങ്കിലും ഏത് വസ്തുവാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സേവനമാണെങ്കിലും അതിന്റെ മൂല്യം കണക്കാക്കുന്നത് പണത്തിലൂടെയാണ്, അല്ലേ? ഇപ്പം നിങ്ങളൊരു ഷർട്ട് വാങ്ങിക്കുന്നു, ആ ഷർട്ടിന് നിങ്ങൾ 500 രൂപ മൂല്യമായിട്ട് കൊടുക്കുന്നു. 500 രൂപ എങ്ങനെയാണ് അതിന്റെ വാല്യൂ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത്? പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ഒരു വസ്തുവിന്റെ വാല്യൂ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, പണത്തിലൂടെ പറയുമ്പോൾ, അതാണ് പ്രൈസ്. ഒരു വസ്തുവിന്റെ മൂല്യം പണത്തിലൂടെ പറയുമ്പോൾ അതിനെ നമ്മൾ പ്രൈസ് എന്ന് പറയും, അല്ലേ? അപ്പോൾ സാധന സേവനങ്ങളുടെ മൂല്യം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പണം എന്ന് പറയുന്നത്. അടുത്തൊരു ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യങ്ങളുടെ ശേഖരമാണ് പണം, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ വസ്തുക്കളും കുറേ കാലം സൂക്ഷിച്ചു വെക്കാനാവില്ല. പക്ഷെ നമുക്ക് പണമായിട്ട് സൂക്ഷിക്കാം. അങ്ങനെ അതൊരു ആസ്തിയാക്കി മാറ്റാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കൈവശം ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ 2-3 ദിവസം കഴിഞ്ഞാൽ നശിച്ചു പോകും. പക്ഷെ അത് പണമാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇന്നത് വിറ്റഴിച്ച് പണമാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ആ ഉൽപ്പന്നത്തിന്റെ മൂല്യം മൊത്തം പണത്തിൽ നമുക്ക് ലഭ്യമാണ്. അത് പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് ആസ്തിയാക്കി മാറ്റുകയൊക്കെ ചെയ്യാം. ചുരുക്കത്തിൽ ഓൾ ഗുഡ്സ് കാനോട്ട് ബി പ്രിസർവ്ഡ് ഫോർ എ ലോങ് ടൈം, സോ വി ക്യാൻ സ്റ്റോർ വെൽത്ത് ഇൻ ദ ഫോം ഓഫ് മണി, ദെൻ ഇറ്റ് ബിക്കംസ് അൻ അസെറ്റ്, അല്ലേ? പക്ഷെ ഒരു സംശയം നിങ്ങൾക്ക് വരാം, ഈ പണം മാത്രമാണ് മൂല്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ പറ്റുന്നത്? ഒരിക്കലുമല്ല. പണം മാത്രമല്ല മൂല്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ പറ്റുന്നത്. അല്ലെ, പല സ്വർണം, ഗോൾഡ്, അല്ലേ, അതുപോലെ ലാൻഡ്, ഇങ്ങനെ നശിച്ചു പോവാത്ത വാല്യുബിൾ ആയിട്ടുള്ള കുറേ സംഗതികളുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് മൂല്യം ശേഖരിച്ചു വെക്കാൻ പറ്റും. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഡിഫേർഡ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ദോസ് പേയ്മെന്റ്സ് വിച്ച് ആർ ടു ബി മെയ്ഡ് ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ അടച്ചു തീർക്കേണ്ട അടവുകളാണ് ഡിഫേർഡ് പേയ്മെന്റ്സ്. അപ്പോൾ അതിനകത്ത് കടങ്ങൾ വരാം, മറ്റു കാര്യങ്ങളൊക്കെ വരാം. ഇത്തരം അടവുകൾ നമ്മൾ അടച്ചു തീർക്കുമ്പോൾ, പണത്തിലൂടെ അടച്ചു തീർക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ വാല്യൂ നഷ്ടമാവുന്നില്ല. അതിൻ്റെ
വാല്യൂവിൽ, മൂല്യത്തിൽ യാതൊരു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും ഇല്ലാതെ തന്നെ നമുക്ക് അടക്കാൻ കഴിയും പണത്തിലൂടെയാണെങ്കിൽ. പക്ഷെ ബാർട്ടർ സിസ്റ്റത്തിൽ അത് കിട്ടില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഭാവിയിലുള്ള അടവുകൾക്ക് നല്ലൊരു മാനദണ്ഡമാണ് പണം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമാണ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ അഥവാ മൂല്യത്തിന്റെ മാറ്റം. മൂല്യം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൈമാറുന്നതിന് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് പണം, അല്ലേ? ഒരിടത്തു നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മൂല്യത്തെ മാറ്റണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ പേരിൽ സ്ഥലമുണ്ട്, ഭൂമിയുണ്ട്. ആ ഭൂമി മറ്റൊരാളിലേക്ക് മാറ്റുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ മൂല്യം മറ്റൊരാളിലേക്ക് മാറ്റുകയാണ്. നിങ്ങളുടെ കൈവശമുള്ള സ്വത്തിന്റെ മൂല്യം മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഉൽപ്പന്നത്തിന്റെ, വസ്തുവിന്റെ മൂല്യം മാറ്റാൻ പണം നമ്മളെ സഹായിക്കുന്നു. പണത്തിന്റെ ആവിർഭാവം മുതൽ മുൻകാലങ്ങളിൽ പ്രധാനമായിട്ടും കറൻസി ആയിട്ടും കോയിനായിട്ടും ഒക്കെ തന്നെയാണ് കൈമാറ്റം നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമുക്കറിയാലോ, ഏതാനും വർഷങ്ങളായിട്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം മൊബൈൽ ഫോണിന്റെയും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വളർച്ചയാണ്, അല്ലേ? ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ലോകം തന്നെ ക്യാഷ്ലെസ് സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കറൻസിയുടെയോ കോയിൻസിന്റെയോ സാന്നിധ്യമില്ലാതെ തന്നെ കൈമാറ്റങ്ങൾ സാധ്യമാകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എത്രയോ വാലറ്റുകൾ നമ്മുടെ കൈവശമുണ്ട്, അല്ലെ? നമ്മളെ അറിവിലുണ്ട്. പ്രത്യേകിച്ച് ഫോൺ പേ, ഗൂഗിൾ പേ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഡിജിറ്റലായിട്ടാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ, കമ്പ്യൂട്ടറിലൂടെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ കറൻസിയോ കോയിനോ പ്രത്യേകിച്ച് അവിടെ വരുന്നില്ല, അവിടെ നേരിട്ട് കൈമാറുന്നില്ല. പകരം ചില ഇൻഫർമേഷൻസ് ആണ് കൈമാറുന്നത്. ഇങ്ങനെ ഇലക്ട്രോണിക് ആയിട്ട് ചില ഇൻഫർമേഷൻസ് കൈമാറുമ്പോൾ അതും പണം തന്നെയാണ്. പണത്തിന്റെ ഇലക്ട്രോണിക് റെപ്രസെന്റേഷൻ ആണ്, മണിയുടെ ഇലക്ട്രോണിക് റെപ്രസെന്റേഷൻ ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ലോ കേട്ടോ. നൗ ഇന്ത്യ ഗവൺമെന്റ് പ്രൊമോട്ടിംഗ് ഡിജിറ്റലൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻ അഥവാ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ക്യാഷ്ലെസ് ട്രാൻസാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഡിജിറ്റൽ ട്രാൻസാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിരവധി വാലറ്റുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ വാലറ്റുകൾക്കൊക്കെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഒരുപാട് ഈ വാലറ്റുകൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് തന്നെ തുടങ്ങി വെച്ച ഏതാണ്ട് 30ഓളം കോടി ആളുകൾക്ക് തുടങ്ങി വെച്ച ജൻധൻ അക്കൗണ്ടുകളിലൂടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നു. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ് കാര്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ലോകം ക്യാഷ്ലെസ് സിസ്റ്റത്തിലേക്ക് വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളുടെ അനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.